ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ പുള്ളിയുടെ പേര് സഫാൻ. നിങ്ങൾക്ക് കാണുന്ന പല ആൾക്കാർക്കും പുള്ളി അറിയായിരിക്കും. പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് മോട്ടിവേറ്റ് ആയാണ് ആക്ച്വലി ഞാനിവിടെ ഫസ്റ്റ് ടൈം വരണത് കഴിഞ്ഞ മാസം. അപ്പം പുള്ളി എന്നെ ഫസ്റ്റ് നമുക്കൊരു ആമുഖം തരും. ഹായ്, അപ്പോൾ എൻ്റെ പേര് സഫാൻ. എന്നെ അറിയുന്ന വിചാരിക്കണേ ഏകദേശം 2 വർഷത്തോളമായി ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഇതേ ക്ലിനിക്കിൽ നിന്ന് ചെയ്തതാണ് ട്രാൻസ്പ്ലാന്റേഷൻ. അൽഹംദുലില്ലാ ഇപ്പോൾ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു മാസമായിട്ട് എനിക്കിപ്പോൾ 26 ദിവസമായി ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ നന്നായിട്ട് വൈറലായി. എൻ്റെ സെക്കൻഡ് ഡേ അല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സത്യാവസ്ഥ അറിയാം. അത് കുറച്ച് പേരേ ഉള്ളൂ, 1700 വരെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. കാര്യം എനിക്ക് 1700 പേര് മേ ബി ഇഷ്യൂ ഉള്ള ആൾക്കാരാണ്. 10 പേര് വീഡിയോ 10,000-ലധികം 1,70,000 പേര് യൂട്യൂബിൽ നിന്ന് മാത്രം ആ രണ്ട് എൻ്റെ സെക്കൻഡ് ഡേ എൻ്റെ ചാനൽ മാത്രം കണ്ടിട്ടുണ്ട്. പിന്നെ FBയിലും ഇൻസ്റ്റയിലും ആരാണെന്നുള്ളത് നമുക്കറിയില്ല. വ്യൂസ്, എത്രയോ ലൈക്സ്. അപ്പോൾ അതിലൊന്നും നെഗറ്റീവായിട്ടാണ്. കാര്യം നമ്മൾ ഇപ്പോൾ ഈ 10 രൂപയ്ക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, അതായതാണ് സ്ഥാപനം ലാ HNS. അപ്പോൾ നമ്മൾ തമ്മിൽ ഇന്ന് കോഇൻസിഡൻസിൽ കണ്ടുമുട്ടിയതാണ്. GFCI വന്ന ദിവസം ഞാനും അന്ന് ഒരേ ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുമുട്ടിയാണ്. ഞാൻ ഈ ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യുന്നതിൻ്റെ അന്ന് ദിവസം ഞാൻ പുള്ളിയെ കണ്ടു. ഞാൻ പുള്ളിക്ക് പ്രാക്കം കൊടുത്തു. ഞാൻ വേദന ഇല്ല എന്ന് പറഞ്ഞാൽ നല്ല ഇവിടെന്നൊക്കെ എടുക്കുമ്പോൾ നല്ല വേദന ആയിരുന്നു. എനിക്ക് പിന്നെ പൊതുവെ വേദന സഹിക്കാനുള്ള ഒരു ചാൻസ് പറ്റും. എനിക്ക് പക്ഷെ നല്ല വേദന. അപ്പം ഞാൻ അന്ന് പുള്ളിക്ക് ശാപം വിട്ട്, നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഇത്രയും നല്ല വേദന ഉണ്ടല്ലോ, ഞാൻ ശാപം വിട്ടിട്ട് പോയി. പുള്ളി ഞാൻ എന്താ വെച്ചാൽ വേദന കൂടുതലുണ്ട്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പേടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത് കഴിഞ്ഞ 2 ദിവസത്തെ വേദനയുള്ളൂ. ഫുള്ളി ഓക്കെ. എനിക്ക് 5 ദിവസം എടുത്തില്ല. നമുക്ക് വേദന എനിക്ക് തോന്നുന്നു വീടെത്തി കഴിയുമ്പോൾ നമുക്ക് വലിയ വേദന ചെയ്യുന്ന 2 ദിവസം, ഫസ്റ്റ് ദിവസം നല്ല വേദന, കുറച്ചൊരു കുറവാണ്. അങ്ങനെയാണ് ഇതിന്റെ വേദന. അത് മാത്രമല്ല, അത് പിന്നെ നമ്മൾ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ളവർക്ക് ഓൾറെഡി പേടിയാണ് ഇത് വന്നിട്ട് പോകുന്നറിയാലോ. ഇതിനെ പറ്റി അന്വേഷിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ പോലും ഇത് ചെയ്യരുത്, സൈഡ് എഫക്റ്റ് ഉണ്ട്. അവർ ചെയ്തിട്ടില്ല, അവർക്ക് ചെയ്ത ആൾക്കാരെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ചെയ്യണ്ട. പിന്നെ ചില ആൾക്കാരെ പറഞ്ഞ കാര്യം എന്നറിയോ, മുടിയിലൊക്കെ എന്താണ് ബ്രോ, നമ്മളാരും മുടി നോക്കാറില്ല ബ്രോ. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. പേഴ്സണലി എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്കിപ്പം ഒരു 10 പേര് കൂടുന്ന സ്ഥലത്ത്, കാര്യം നമുക്ക് ജനിച്ചപ്പോഴും നമുക്ക് ആർക്കും മുടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4 അല്ലെങ്കിൽ ഒരു 3-4 വർഷം മുന്നേ വരെയും നല്ല മുടി ഉണ്ടാകുന്നത് പെട്ടെന്ന് നമ്മളെ വിട്ട് പോകുമ്പോൾ ഉള്ള വിഷമം നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ചില ആൾക്കാർക്ക് ഒട്ടും മനസ്സിലാവില്ല. പക്ഷെ ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും. പ്രശ്നം ബൈക്ക് പോകാൻ കഴിയില്ല, രണ്ടാമത് ബീച്ചിൽ പോയി നിൽക്കാൻ കഴിയില്ല. ഇതൊക്കെ കാറ്റ് കൊള്ളുമ്പോൾ നമ്മൾ എത്രത്തോളം ക്യാപ്പ് യൂസ് ചെയ്താലും നമ്മളിപ്പോ ക്യാപ്പ് വെച്ച് എപ്പോഴും പോകാൻ പറ്റൂല. ചില സ്ഥലങ്ങളിൽ ക്യാപ്പ് വെക്കാൻ പറ്റൂല. അപ്പൊ ക്യാപ്പ് വെച്ച് പോകുമ്പോഴേ ഇത് കാണുന്നില്ല. പെട്ടെന്ന് ക്യാപ്പ് എടുക്കുമ്പോൾ ഇതാണ് ഇവൻ. എനിക്ക് കാണുന്നവർക്ക് പ്രശ്നമുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നല്ലതായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അത് ഇങ്ങനത്തെ പരിപാടി പൊതുവെ ഇപ്പോഴത്തെ കാലത്ത് തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒത്തിരി കൂടുതൽ അപ്പൊ അതിന്റെ ഇടയിൽ പോയി ഒരാൾ സെൽഫി എടുക്കുമ്പോൾ നമുക്ക്, ഞാൻ ഇപ്പം വൈഫിനെയും കുഞ്ഞിനെയും കൂട്ടി പോലും സെൽഫി എടുക്കുമ്പോഴേക്ക് ഈ ഭാഗം കാണിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കും. അപ്പം ഇവിടെ കുറച്ച് മുടി ഉണ്ട്, ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുള്ളൂ. അപ്പം ഈ ഫോട്ടോയിലൂടെ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ 5 കൊല്ലം മുന്നേ കണ്ട ആൾക്കാരായിരിക്കും. അവർ ഇപ്പോഴും ഓക്കെയാണ്. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു കല്യാണോ ഒക്കെ ചെന്ന് കാണാം, ഇതായിരിക്കും അവസ്ഥ. നന്നായിട്ട് കളിയാക്കുകയും ചെയ്യും ഫ്രണ്ട്സ്. പിന്നെ ഇപ്പം പൊതുവെ എനിക്ക് തോന്നുന്നു 10 പേര് എടുത്തു കഴിഞ്ഞാൽ അതൊരു 6 പേർക്ക് മുടി ഇല്ല. ഇപ്പൊ നല്ല തിന്നിങ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പണ്ടൊക്കെ വെച്ചാൽ കഷണ്ടി ഒരു ബാലൻസ്, നമുക്ക് ഒരു ജനിതകമായിരുന്നു, ഹെറിഡിറ്ററി ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇനി ഫുഡിന്റെ ആണോ, ഉറക്കക്കുറവാണോ, എപ്പോഴും റീൽസ് കൊണ്ടുവന്നാണോ ഒരു പിടിയില്ല. എല്ലാവർക്കും ഒത്തിരി ആൾക്കാർക്ക് നന്നായിട്ട് കൊഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു 10 രൂപയുടെ ഇഷ്യൂ ഒരു ഇപ്പോഴത്തെ വലിയ ഇഷ്യൂ ആണ്. അതായത് ഇപ്പൊ ഇവര് 10 രൂപയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സ്വെല്ലിങ് വരുന്നത്. പിന്നെ ഈ വന്ന സ്വെല്ലിങ് പോകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് വരണുണ്ട്. അതിപ്പോ ഈ ഹോസ്പിറ്റലിൽ അത് ബാധിച്ചു എന്നാണ് ഇപ്പം ഡോക്ടർ അറിഞ്ഞത്. കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയത് നെഗറ്റീവ് ആയിട്ടാണ്. കാരണം മൂപ്പരെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാലോ, അത് കണ്ടോണ്ടിരിക്കുന്ന മൂപ്പരെ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് തന്നെ ആ വീഡിയോ മൂപ്പര് ചാനൽ കാണില്ലാറെ പേര് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കണ്ടു. സത്യത്തിൽ മൂപ്പരൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. അപ്പൊ അതിലൂടെ വൈറലായി പോകണ എങ്ങനെ വെച്ചാൽ മുടി വെച്ചിട്ട് ഇപ്പൊ എന്താ നിങ്ങൾക്ക് കിട്ടിയ മുഖം പോയി അറിയാത്ത വീട്ടുകാരെ മുടി വന്നെങ്കിലും മോന്ത ഇങ്ങനെ ആയി കിട്ടി, നീ ഹാപ്പി ആയില്ലേ. അപ്പൊ ഇങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ട് നെഗറ്റീവ് പറയാനായിട്ട്. നെഗറ്റീവ് അതിന്റെ സത്യാവസ്ഥ, അതായത് ഇത് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ആക്ച്വലി അതിന്റെ സത്യാവസ്ഥ സ്പ്രെഡ് ചെയ്യാം. നിങ്ങൾ ആരും, അതായത് ഇപ്പൊ മുടി കുറവുള്ള നിങ്ങൾ ആരും പോയി 10 രൂപയ്ക്ക് ഇപ്പൊ അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ വന്ന് 30 രൂപയ്ക്കോ 40 രൂപയ്ക്ക്
ചെയ്താൽ എനിക്കതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഇതിനെങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കുന്നത്. നമ്മൾ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നില്ല. അവരുടെ ചിലപ്പോൾ അവരുടെ വരുമാന മാർഗം അതായിരിക്കും. പക്ഷേ 10 രൂപയ്ക്ക് പോലും ചെയ്യാൻ സാഹചര്യം ഇല്ലാത്ത ഓരോ ആൾക്കാരുണ്ട്. എൻ്റെ ഈ ചാനലിൽ പോലും കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്, ബ്രോ 10 രൂപ നല്ല കുറവാണ് ബ്രോ, പക്ഷെ അതും സാമ്പത്തികം ഇല്ല. ബ്രോ നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ല, നിങ്ങൾക്ക് നമ്മുടെ തലയിൽ മുടിയും കുറവാണ്, നമുക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ അത്രയും കാശ് പോലും ഇല്ല. അപ്പൊ ഇപ്പോൾ എന്തെങ്കിലും സ്വർണം എന്തെങ്കിലുമൊക്കെ പണയം വെച്ച് ആയിരിക്കും ചിലപ്പോൾ ഒരു 40,000 രൂപ 30,000 അറേഞ്ച് വരുന്നത്. പക്ഷെ അവരെയും കൂടി പാനിക് ആക്കാണ്. 10 രൂപയ്ക്ക് ചെയ്താൽ ഇങ്ങനെ ആയി പോവും, അങ്ങനെ ആയി പോവും. പുള്ളിക്കാരൻ 10 രൂപയ്ക്ക് ചെയ്തതാണ്, അതുകൂടെ ഇന്നോ ഇന്നലെ അല്ല, 2 വർഷം തികയാൻ പോവാണ്. പുള്ളി അന്ന് ചെയ്ത മെത്തേഡ് പോലും ഇപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അത് എനിക്ക് നീഡിലിനെക്കാളും പഞ്ചിങ് എല്ലാം കുറച്ചുകൂടി കുറവായിരിക്കും. പെട്ടെന്ന് വൂണ്ട് ഹീലാവൊക്കെ വെക്കാനൊക്കെ കഴിയും. അപ്പൊ ആ ടെക്നോളജിയാണ് നിലവിൽ HNS കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴും 30-40 രൂപ സഫയർ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സഫയർ ഇല്ലാത്ത ക്ലിനിക്ക് വരെ എപ്പോഴും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു 4000 ഗ്രാഫ്റ്റ് എനിക്ക് വെച്ചേക്കുന്നത് മൊത്തം 4500 ഗ്രാഫ്റ്റാണ്. ഒരു 4000 കൂട്ടാം. 4000 ആണെങ്കിലും 30 ആണെങ്കിൽ പോലും 1,20,000 രൂപ സത്യം. അപ്പൊ നമ്മളെ പോലെ സാധാരണക്കാർ ഇപ്പം മുടി പോകുന്ന പ്രായമൊന്നുമില്ല. ഇപ്പൊ 15 വയസ്സ് 14 വയസ്സ് 10 ഒരു 19 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഈ 1,20,000 രൂപ എങ്ങനെ കണ്ടെത്താൻ പറ്റും? പക്ഷേ 40,000 രൂപ നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ എല്ലാവരും ഒരു കാറ്ററിങ്ങിന് പോയിട്ടോ എന്തെങ്കിലും നമുക്ക് ഒരു ചെറിയ പോക്കറ്റ് മണി കണ്ടെത്താൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ EMI സംവിധാനം ഇവിടെ തന്നെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ നമ്മുടെ ഈ ഒരു പെയിൻ, നമ്മുടെ ഈ ഒരു ജേണി അത് വേറെ ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവും. സത്യം അത് അനുഭവിച്ചറിയണം. കളിയാക്കുന്നവർ വെറുതെ അവിടെ നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് വേണ്ടി കളിയാക്കുന്ന ആൾക്കാർക്കെല്ലാം തല നിറച്ച് മുടി ഉണ്ടാവും. മുടി ഇല്ലാത്തൊരു വ്യക്തി, അതായത് റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു 3-4 വർഷത്തിൽ ബാലൻസ് വന്ന, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഏജ് ഒരു 20-25 ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ 40-50 വയസ്സായി. എനിക്കിപ്പോ ഒരു 40 വയസ്സിലോ ഒരു 50 വയസ്സിലോ മുടി പോയാലും പിന്നെ വിഷമമില്ല. നമ്മുടെ ആ ഒരു എൻജോയ് ചെയ്യുന്ന ടൈം കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ നമുക്ക് ഈ ഒരു സമയത്ത് ഇപ്പൊ തന്നെ എനിക്ക് ഞാനൊരു 4 വർഷത്തോളം ഉൾവലിഞ്ഞ് നിന്ന ഒരു സമയമാണ്. ഇത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ആരെങ്കിലും ചെയ്ത് കണ്ടവരുണ്ട്. ബ്രോ ഇപ്പൊ 2 വർഷമായുള്ളൂ. അപ്പൊ ഞാൻ ബ്രോന്റെ വീഡിയോ കാണുന്നത് എനിക്ക് 4 മാസം മുന്നേ ഞാൻ ബ്രോന്റെ ചാനൽ നോക്കി, ബ്രോന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഇങ്ങനെ വൺ ഡേ നോക്കിയതിനു ശേഷം ഒരാൾ ചെയ്തു കണ്ടു, അത് കണ്ടപ്പോൾ ഹാപ്പി ആയി. റിസൾട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവരും. എന്താ വെച്ചാൽ നമ്മൾ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ ആ ക്ലിനിക്ക് ഇപ്പൊ ഇത് നമ്മൾ പറയണില്ല, നമുക്ക് ഏത് ക്ലിനിക്കും സെലക്ട് ചെയ്യാം. തീർച്ചയായും ആ ക്ലിനിക്ക് എന്താ ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണം. റീസെന്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ പ്രശ്നം 5 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. നോർമലി ഇപ്പൊ ഈ 5 വർഷത്തെ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓർമ്മയില്ല ഇപ്പോൾ ഒരാൾക്ക് ഇതേപോലെ ചെയ്തിട്ട് അത് ഞാൻ ആക്ച്വലി ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു, ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ രാവിലെ നമ്മളിപ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ ബാത്റൂം വെക്കുന്ന ടൈമിലാണ് കൂടുതലും ഫോൺ നോക്കുന്നത്, തെറ്റായ ശീലമാണ് അത് ചെയ്യാതിരിക്കുക. പക്ഷെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ബാത്റൂം ഉണ്ടെങ്കിൽ ഫസ്റ്റ് യൂട്യൂബിൽ പറഞ്ഞ വാർത്ത ഇതാണ്, ഭയങ്കര ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, ആളുടെ തല ബാക്ടീരിയ ഒക്കെ കഴിച്ചു, ഇങ്ങനെ. ഞാൻ സത്യമായിട്ട് നല്ല പേടിച്ചു. ഞാൻ അപ്പം തന്നെ ഡോക്ടറിനെ ഇത് അങ്ങനെ വീഡിയോ ഷെയർ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇവിടെ നമുക്ക് റീസെൻ്റ് ആയിട്ട് പോലും ഒത്തിരിയും ദൂരം നിന്ന് വരുന്ന ആൾക്കാരെ പോലും നമുക്ക് വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഓക്കെ അല്ല, അവർക്ക് BP ഓക്കെ അല്ല, ഷുഗർ വാല്യൂ കറക്റ്റ് അല്ല, നമ്മൾ ചെയ്യൂല. അതായത് അവർക്കിപ്പം കാശ് മാത്രമാണ് അവർ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യണം. മറ്റേ എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവാണ് ശരിയാണെന്ന് അറിയില്ല, മറ്റേ പുള്ളിക്കാരന് ഡയബറ്റിക്കിന് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറയണം. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ വെച്ചാൽ ഈ ഡയബറ്റിക്കിന്റെ ഇഷ്യൂ ഉണ്ട് എന്നുള്ള ഒരു വ്യക്തി എന്തിനവർ ചെയ്തു? അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ക്ലിനിക്ക് അവിടെ ഒരു സത്യാവസ്ഥ അതാണോ എന്നുള്ളതിനെ പറ്റി അറിയില്ല. പുള്ളിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നതിന്റെ കാരണം നമുക്ക് പറയാൻ നമ്മൾ ആരും ഡോക്ടേഴ്സ് ഒന്നുമല്ല, അറിയില്ല. നമുക്ക് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ സപ്പോസ് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ പറഞ്ഞ എങ്ങനെയാണ് പുള്ളിക്ക് ഡയബറ്റിക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിനാ ഡയബറ്റിക് പേഷ്യന്റ് നിങ്ങൾ ചെയ്യാൻ പോയി? നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നല്ലോ, റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അവരുടെ പേരും പോയി, അവരുടെ പേര് അവരുടെ ഇത്ര ഇവിടെ നിന്നൊക്കെ തൊലിയെടുത്തൊക്കെയാണ് ഫില്ല് ചെയ്യുന്നത്. വളരെ പ്രശ്നമാണ്. ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ആ സമയത്ത് നല്ല രീതിയിൽ മീഡിയ കുട്ടി പോയി ഇപ്പൊ ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. പൊതുവേ മീഡിയാസ് അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. ഒരു സഹായമായിട്ട് അങ്ങനൊന്നും ആരും ഒന്നും കൊടുക്കണ്ടാവില്ല. അപ്പോൾ 10 രൂപയ്ക്ക് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ പേടിക്കണം എന്ന കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഓടി വന്ന് HNS ചെയ്യണം എന്ന് ഞാനും പറയൂല, ബ്രോയും പറയൂല. നമ്മൾ ചെയ്ത ഇവിടെയാണ്, നമുക്കൊരു ഇതുവരെ ഒരു ദുരനുഭവം ഇല്ല. പിന്നെ ഇപ്പോഴും നമ്മുടെ ആ ഒരു പഴയ എൻ്റെ മാത്രമല്ല വേറെ ഏതോ ഒരു പുള്ളിക്കാരൻ 2 പേരുടെയും ഫോട്ടോ വെച്ചിട്ട് ഇപ്പോഴും അതായത് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്, ചേട്ടാ HNS കൊള്ളാമോ, ചെയ്യാമോ ചേട്ടാ? ഫസ്റ്റ് മറുപടി ഇങ്ങനെയാണ്, അതൊരു ലോക്കൽ ക്ലിനിക്കാണ്.
ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ലോക്കൽ ക്ലിനിക് അല്ല, ഇത് 3 നിലയിൽ ഹോസ്പിറ്റൽ സെറ്റപ്പ് ആണ്. ലൈസൻസ് പോലും ഇവിടെ കഴിഞ്ഞ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതൊരു ഹോസ്പിറ്റൽ ലൈസൻസ് ആണെന്നും ഇങ്ങനെ എല്ലാം വ്യക്തമാണ് കിട്ടുള്ളൂ. നോർമൽ ക്ലിനിക് ലൈസൻസ് എടുക്കുന്ന പോലെ സിമ്പിൾ അല്ല ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ലൈസൻസ് വേണം. അപ്പൊ ഹോസ്പിറ്റൽ ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ഇവിടെ GFC വരുന്നതും ഇത് വന്ന് കാണണം നിങ്ങൾ, അപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇതൊരു ചെറിയ സ്ഥാപനമല്ല, ഇതൊരു വലിയ ഒരു സെറ്റപ്പ് തന്നെയാണെന്ന് പറയാം. ഒരു 3 നിലയിൽ ഫസ്റ്റ് ഫ്ലോർ മൊത്തം കുറച്ച് പേഷ്യൻസ് ഇരിക്കാനും പിന്നെ GFCക്കുള്ള ഒരു 3 GFCക്കുള്ള സ്ഥലം, അതിന്റെ മുകളിലാണ് വരെ ഓപ്പറേഷൻ തിയേറ്റർ OT വന്ന മുകളിലാണ്. അത് OTയിൽ അനാവശ്യമായിട്ട് ആർക്കും അലൗഡല്ല. പിന്നെ സ്റ്റേ ചെയ്യാനുള്ള നമുക്ക് ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. സ്റ്റേ ചെയ്യാനായിട്ട് പ്രത്യേകം നല്ല റൂം, അത്യാവശ്യം നല്ല റൂം തന്നെ പറയാം. ഒരു റൂമിൽ 3 പേർക്ക് സിംഗിൾ ബെഡ്. പിന്നെ കൂടെ വരുന്ന ആർക്ക് നിൽക്കാൻ പറ്റില്ല, നിൽക്കാൻ അത്ര സമയമൊന്നുമില്ല. നമ്മളിതാ ഇന്ന് വരുന്നു, ഇന്ന് പകുതി നാളെ പകുതി ചെയ്യുന്നു, നാളെ രാത്രി തിരിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. ഒരു നൈറ്റ് സ്റ്റേ മാത്രം. പിന്നെ 10 രൂപയ്ക്കാണ് ചെയ്യണമെന്ന് വെച്ചിട്ട് വേറെ ഒരു രീതിയില്ല. ഇവരൊക്കെ നല്ല കെയറിംഗ് ആണ്. അവർക്ക് ചെറിയ പൈസക്ക് നമുക്ക് ചെയ്തു തരുന്നില്ല. പിന്നെ നമ്മൾ ഈ നഴ്സുമാരെ ശ്രദ്ധിച്ചറിയാം, അവർ ഓരോ ടൈമും ചെയ്യുമ്പോൾ ചില പെയിൻ ഉണ്ടോ, ഉണ്ടോ, വെള്ളം വേണോ, എന്ത് കയറി നമ്മുടെ വീട്ടിൽ കിട്ടും, ഇത്രയും കയറി നമ്മുടെ വീട്ടിൽ കിട്ടൂല. അല്ല, ഇത് കഴിഞ്ഞാൽ നോക്കണം. ചില ക്ലിനിക്ക് എന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞാൽ പിന്നെ അവരായിട്ട് ടച്ചുമില്ല. ഇവര് ചെന്നിട്ട് ഇപ്പൊ 1 വീക്ക് നമുക്ക് ഡെയിലി ഫോട്ടോ അയക്കണം. ഫോട്ടോ അയച്ചില്ലെങ്കിൽ കേസിൽ തന്നെ പറഞ്ഞ് ഫോട്ടോ അയച്ചപ്പോ തന്നെ ശരിക്കും ഡോക്ടർക്ക് മനസ്സിലാവേണ്ടതാണ് ഇങ്ങനെ വിഷയം ഉള്ളത്. കാരണം ആ ഡോക്ടർ ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. പുള്ളിക്ക് അറിയുന്നു, പുള്ളിയെ കുറ്റം പറയാൻ പറ്റില്ല, പുള്ളിക്ക് അറിയില്ലല്ലോ. അതെ, ഇപ്പൊ ഹെഡ് വാഷ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നോട് 2 പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞു ഹെഡ് വാഷ്. കാരണം ഞാൻ ചെയ്ത് ശരിയായില്ല, കറക്റ്റ് പോയിട്ടില്ല. അപ്പൊ ഇവരെ കറക്റ്റ് നോക്കുന്നോണ്ടാണ് മനസ്സിലാവുന്നത്. തീർച്ചയായും ഡെയിലി ഫോട്ടോ നോക്കാനായിട്ട് തന്നെ അവർ മെനക്കെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ എനിക്ക് ഇതുപോലെയായിരുന്നു, ഹെഡ് വാഷിന് മുന്നേ തന്നെ നമ്മൾ ഡെയിലി ക്ലീനിങ് ഉണ്ടല്ലോ, ആ ക്ലീനിങ് പോലും ഞാൻ ചെയ്തിട്ട് ഫോട്ടോ അയച്ചപ്പോൾ അത് ഓക്കെ ആയില്ല, ഒന്നുകൂടി ചെയ്യാൻ പറഞ്ഞു. അഗൈൻ ഒന്നുകൂടി ചെയ്തിട്ടാണ് ഫോട്ടോ വിട്ടത്. അപ്പം തൊട്ടടുത്ത് അല്ലെങ്കിൽ പോലും അവർ നീറ്റായിട്ട് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആഫ്റ്റർ കെയറിങ് ഉഷാറായിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ബ്രോയുടെ ഇപ്പൊ എത്രാമത്തെ GFC? കറക്റ്റ് എനിക്ക് അറിയില്ല, 10ന്റെ മേലായിട്ട്. എങ്ങനെയാണ് GFC ചെയ്യണത്? ഇപ്പം ബ്രോ ഇപ്പൊ 2 വർഷം എന്ന് പറഞ്ഞാൽ 24 മാസമായി. അതിൽ 1 മാസം നമുക്ക് ഫസ്റ്റത്തെ 3 മാസം അടുപ്പിച്ച് ചെയ്യണം. അതിനുശേഷം പിന്നെ 1 മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ചെയ്യണമെന്നില്ല, ചെയ്യുന്നത് നല്ല. നമ്മൾ നാട്ടിൽ ഞാനിപ്പോ ഓൾറെഡി ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്രൗൺ ഏരിയ കുറവാണ്. അപ്പൊ അതെന്ത് ഇനിയും പറ്റ പോയിട്ട് മാക്സിമം എത്ര സമയം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ GFC ചെയ്ത് പോകുന്നത് ഞാൻ. അപ്പോൾ 1 മാസം ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ നാട്ടിലില്ലാത്തപ്പോ പറ്റില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് ബ്രോ മന്ത്ലി ആണോ ചെയ്യുന്നത്? അതല്ല 2 മന്ത് 60 ദിവസത്തിൽ ഒരു ദിവസം ചെയ്ത് പോവാണ്. എഗൈൻ ഇപ്പൊ ഇന്ന് ചെയ്തു, ഇതിപ്പോ നമുക്ക് ജൂൺ അല്ലേ, ജൂലൈ ഓഗസ്റ്റിൽ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പൊ അതിന്റെ ഇടയിൽ ഒരു ട്രിപ്പ് ഒക്കെ പോയിട്ട് ഗ്യാപ്പ് മിസ്സായി. പിന്നെ നമ്മൾ നാട്ടിൽ ഇപ്പൊ ഉണ്ട്, ഞാൻ ഓൾറെഡി ശരിക്കും ഗൾഫിലാണ്, ഇപ്പൊ നാട്ടിൽ നിൽക്കുന്നുണ്ട്. ഞാൻ എന്നാ പോവാന്ന് അറിയില്ല. അപ്പൊ അതുവരെ എന്നുള്ളത് കൊണ്ട് നടക്കാന്നുള്ള രീതിയിൽ നമുക്ക് പോയി കഴിഞ്ഞ് വെക്കാൻ നല്ല എക്സ്പെൻസീവ് ആണോ ഗൾഫിലൊക്കെ? നല്ല എക്സ്പെൻസീവ് ആണ്. അതായത് നമ്മളിപ്പോ വിളിക്കുന്ന ആൾക്കാരനെ പറയും GFC ഒന്നും അവിടെ എന്തായാലും നടക്കൂല. 500 റിയാലൊക്കെയാണ് പറഞ്ഞത്. 500 റിയാൽ പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്രയായി? 10-12 രൂപ അടുത്തായി. 12,000 രൂപയായി PRPക്ക് മാത്രം. അപ്പോൾ പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഗൾഫിൽ നിന്ന് വന്നാൽ നമ്മൾ എത്ര ദിവസം ഇവിടെ നിന്ന് ചെയ്തിട്ട് പോകണം എന്ന് ചോദിക്കുന്നതോട് നമുക്ക് നോർമലി ഒരു 7 days റെസ്റ്റ് മതിയാവും. അത് മതി. 10 ദിവസം കണക്കൂട്ടാം. 10 ദിവസം കണക്കൂട്ടാം. നിങ്ങൾക്ക് 11 വേണമെങ്കിൽ 2 ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നതും പിന്നെ ഒരാഴ്ച വീട്ടിൽ റെസ്റ്റും. ഹെഡ് വാഷ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പുറത്തിറങ്ങി. പിന്നെ ഒരു ഡൗട്ട്, ഡോക്ടർ നമ്മൾ പറഞ്ഞ കാര്യമാണ് 21 ദിവസത്തേക്ക് ചിക്കൻ കഴിക്കേണ്ട, നോൺ വെജ് ഒഴിവാക്കാനുണ്ട്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കഴിക്കലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആയിരിക്കുമോ എനിക്ക് കുരുക്കൾ പലയിടങ്ങളിലും ചെറുതായിട്ട്? അതുകൊണ്ടാന്ന് അറിയാം. കാരണം ഞാനും ഷിഹാബ് അറിയാം, അവനും ഒരുമിച്ച് ചെയ്തത്. ഞാൻ ശരിക്കും ഇവര് പറഞ്ഞ ചിട്ടയിൽ അതുപോലെ പോയി. കോഫി കുടിക്കാണ്ട് നമ്മൾ ഫസ്റ്റ് അനസ്തേഷ്യക്ക് കോഫി എന്തോ ഒരു ഇതുണ്ട് തോന്നുന്നു, കുടിക്കരുത്. ഒരാഴ്ചത്തേന് കോഫി പൂർണ്ണ ഒഴിവാക്കും. അത് പിന്നെ ചിക്കൻ ഞാനൊന്നും കഴിച്ചില്ല. ഷിഹാബ് നല്ല ഫുഡിയാണ്. അവന് വേറെ ക്ലിനിക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചിക്കൻ കഴിക്കുന്ന പ്രശ്നമില്ല, പ്രോട്ടീൻ എല്ലാം അവൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവനൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. വീട്ടിൽ ഞാൻ കണ്ടു കുരുക്കൾ ഇങ്ങനെ. എനിക്ക് ബാക്കിൽ എടുത്ത പോർഷനിൽ കുരു വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഹീറ്റിന്റെ, അതിപ്പോ ഈ ചിക്കൻ കൊണ്ട് വരുമല്ലോ, ചിക്കൻ ബോഡി ഹീറ്റ് ആക്കുന്ന സാധനം. അപ്പൊ അതുകൊണ്ട് വന്നതായിരിക്കും തോന്നുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ടൈമിലൊക്കെ നല്ലോണ്ടായിരുന്നു. പിന്നെ ഈ റമദാന്റെ സമയത്തൊക്കെ നോമ്പ് എടുക്കുമ്പോ വെള്ളം കൂടിയൊക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ നന്നായിട്ട് ഇവിടെ ബാക്കിൽ ഇങ്ങനെ ചെറിയ കുരുക്കൾ കണ്ടിട്ടുണ്ട്. നോർമലാണ്. അത് ചെറിയൊരു ചോരക്കുരു വരും, അതുപോലെ ആണെങ്കിൽ ഞാൻ പൊട്ടിക്കലുണ്ട്. തലേന്ന് കിടക്കുന്ന അറിയൊന്നുമില്ല, തൊടുമ്പോ മാത്രമുള്ള ഇതുള്ളൂ. അപ്പൊ എഗെയിൻ പറയാനുള്ള ഒറ്റ കാര്യം, പുള്ളി ചെയ്തിട്ട് ഇപ്പം 24 മാസമായി. പുള്ളിക്കാരൻ ഇതുവരെ മരിച്ചു പോയിട്ടുമില്ല, ഒരു പ്രശ്നവും ഇല്ല. മെയിനായിട്ട് തലവേദന ഇല്ല, ഇതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല. എന്നോടൊക്കെ പറഞ്ഞതെന്നാല്
തലയിൽ നരമ്പ് കുറയുണ്ട്, ഈ കുത്തുന്ന നരമ്പിന് കൊള്ളും, അപ്പൊ തലവേദന മാറൂല. പക്ഷെ ഇത് സ്കിന്നിലാണ് അറിയില്ല. പക്ഷെ ആക്ച്വലി പ്രോസസ് ചെയ്യുന്നത് സ്കിന്നിലാണ്. ഇത് സ്കിന്നിന്റെ എത്രയോ ലെയർ താഴെ നരമ്പുകളൊക്കെ ഉള്ളത്. അപ്പൊ അതിനെ പറ്റിയിട്ട് അതായത് നമ്മൾ എപ്പോഴും ഒപ്പീനിയൻ എടുക്കുന്ന ടൈമിൽ ഒന്നുകിൽ ചെയ്ത ആരുടെങ്കിലും ഒപ്പീനിയൻ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ പോയി ഒപ്പീനിയൻ എടുക്കുക. ഈ വഴി പോകുന്നവരോട് മാക്സിമം ചോദിക്കാതിരിക്കുക. അവർക്ക് ഇഷ്ടമുള്ള പറയും, നിങ്ങൾ മരിച്ചു പോകും. എന്റെ അടുത്ത് തന്നെ അവർക്ക് പറഞ്ഞു, ബ്രോ സൈഡ് എഫക്ട് ഭയങ്കരമാണ്. അവർക്ക് അതറിയില്ല സൈഡ് എഫക്ട് എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ സൈഡ് എഫക്ട് ഉണ്ടാവും. സോ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന എനിക്ക് ഇതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുകയാണെങ്കിൽ, ഒന്നിപ്പോ ഈ ചെയ്ത സമയത്തുണ്ടല്ലോ താടിയിൽ ചെറിയ നര വന്നിരുന്നു. അപ്പൊ അത് ഈ അനസ്തേഷ്യൻ്റെ എന്ന് പറഞ്ഞു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പോയിട്ട് 2 മാസം കൊണ്ട് പോയി, ചെറിയ 2-3 സ്ഥലത്ത് നര വന്ന്, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് എനിക്ക് ഉണ്ടായി. എനിക്ക് ഓൾറെഡി താടി നര ഉണ്ടായിരുന്നു. ഇപ്പൊ ആ നര ഉള്ള താടി എടുത്ത് മോള് വെച്ചാൽ തലേന്ന് മുടി എന്താണോ അങ്ങനെ വരുള്ളൂ. നമ്മൾ ഈ മുടിന്റെ വളർച്ച എങ്ങനെയാണ് ബാക്കിൽ അതേ ലെവലിലാണ് ഇവിടെ വളരുള്ളൂ. പിന്നെ ഈ വെച്ച മുടിക്ക് വേറെ വാറന്റി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കാം. ഇത്രയും നാള് നമ്മൾ ശ്രദ്ധിച്ചില്ല, സോ നന്നായിട്ട് പോയി. ഇനി കുറച്ച് കാശ് മുടക്കി കുറച്ച് നാള്. ചിലവർ പറയുന്നത് ഇപ്പോ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് GFC PRP ചെയ്യാന്നല്ല, അത് ശരിക്കില്ല. നമ്മൾ കൊയ്ച്ചിൽ തുടങ്ങുമ്പോഴേ GFC PRP ചെയ്ത് പോകണം. അപ്പൊ കൺട്രോൾഡ് ആവും. ഇപ്പൊ ഞാൻ ചെയ്തെന്താ വെച്ചാൽ ഇതിന്റെ ബാക്കിയുള്ള മുടിക്ക് വേണ്ടിയിട്ടാണ്. ഈ ചെയ്ത മുടിക്ക് ഇപ്പൊ നമ്മൾ GFC PRP ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക് വരും. ബാക്കിയുള്ള മുടി ഞാൻ അവിടെ നിന്ന് പോവാതിരിക്കാനാണ് നമ്മളൊന്ന് കെയർ ചെയ്യണം. പിന്നെ ബ്രോ ഇപ്പൊ 2 വർഷമായി എന്ന് പറയുന്നത്, എന്തെങ്കിലും മരുന്ന് ഡെയിലി കഴിക്കണ്ട കാര്യം? ചില ആൾക്കാർ പറഞ്ഞറിയോ, നിങ്ങൾ ലൈഫ് ടൈം എന്തെങ്കിലും മരുന്ന് അങ്ങനെയും പറഞ്ഞ് മാറ്റി വെക്കേണ്ടി വരും. നിങ്ങൾ മരുന്ന് കഴിച്ച് അരിച്ച് കിഡ്നിക്ക് ഒരു പരുവം. അപ്പൊ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തെങ്കിലും മെഡിസിൻ ഒന്നുമില്ല, എനിക്ക് ശരിക്കും മെഡിസിൻ നിങ്ങൾക്ക് തന്നു 1 വീക്ക് മെഡിസിൻ. പിന്നെ അതുപോലെ തന്നെ ബയോട്ടിൻ ടാബ്ലറ്റ്, അത് മെഡിസിൻ ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ വൈറ്റമിൻ ടാബ്ലറ്റ് ആണ്. അത് കഴിച്ചിരുന്നു. അതിപ്പോ GFC ചെയ്യുമ്പോൾ കിട്ടും, നമുക്ക് 1 മന്തിനുള്ള GFC ചെയ്യുമ്പോൾ കിട്ടും. അത് മാത്രം, വേറെ ഒരു മെഡിസിനും കാര്യമില്ല. GFC മാത്രം പ്രോപ്പറായിട്ട് എടുത്തു പോകുക. സത്യാവസ്ഥ ഇത്രയേ ഉള്ളൂ. ലൈഫ് ടൈം മെഡിസിൻ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും, അത് കേൾക്കാതിരിക്കുക. 90 ദിവസത്തേക്ക് ഒരു വൈറ്റമിൻ ടാബ്ലറ്റും പിന്നെ ഒരു 7 ഡേയ്സിന് എനിക്ക് തോന്നുന്നു അത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ മെഡിസിൻ ഒന്നും ഇതിലില്ല. ഈ പേടിപ്പിക്കുന്ന ആൾക്കാരോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞ കാര്യം, പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൽ നമ്മൾ കേട്ട് പേടിക്കാതിരിക്കുക. അല്ല, പിന്നെ ആദ്യം അവർക്ക് ഇതിനെ പറ്റി അവയർനെസ് കൊടുക്കണം, എന്താണ് സംഭവം എന്നുള്ളത്. അവർക്കും അറിയില്ല. ഇതിങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് കേട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്നോട് തന്നെ നിന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നരമ്പ് പൊട്ടും, തലവേദന ജീവിതകാലം മുഴുവൻ മാറില്ല, ഇന്നൊരാൾ പറഞ്ഞു വരും. അങ്ങനെ ഒരാളെ ഇല്ല, ആരെന്ന് ചോദിക്കുന്ന ഒരാളില്ല. അതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ട് ഒന്നും പേടിക്കണ്ട, ട്രാൻസ്പ്ലാന്റേഷൻ ധൈര്യമായിട്ട് ചെയ്യാം. പിന്നെ ഇനി എന്തെങ്കിലും സംഭവിക്കാൻ പോലും ഇപ്പൊ ബ്രോ 2 മാസമായി, ബ്രോയുടെ ചാനൽ നോക്കിയാൽ ബ്രോയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നുള്ള അറിയാം. അതിനുശേഷം ചെയ്തൊക്കെയാണ് ഞാൻ. അപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വരുള്ളൂ. ഞാൻ ഓൾറെഡി 8 വർഷമായി ഒരാളെ കണ്ടിട്ടുണ്ട്. ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ചെയ്ത ആളാണ്. തുർക്കി നമ്മുടെ കേരളത്തിൽ തന്നെ ആരോ 5 വർഷമൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സ്ഥാപനത്തിൽ വരുന്ന കൂടുതൽ ആൾക്കാരും മല്ലൂസാണ്, മലയാളികളാണ് ഒത്തിരി. ഇപ്പൊ ഞാൻ വന്ന ദിവസം പോലെ എന്റെ കൂടെ 3 മലയാളിയാണ്. അന്നിവിടെ വന്നപ്പം എല്ലാവരും മലയാളികളാണ്. അപ്പൊ ഒത്തിരി ആൾക്കാർ വരണുണ്ട്. പിന്നെ പൊതുവെ ഒരു ബുദ്ധിമുട്ടുള്ളത് ഇത്രയും ദൂരത്തിന്റെ ഒരു ഇഷ്യൂ തന്നെയാണ്. നമ്മൾ ഇതിനായിട്ട് മെനക്കെട്ട് വരും. പാലക്കാട് എത്തിയതിന് അവിടുന്നുണ്ട് ഒരു 50 2 ബസ്, പാലക്കാട് നിന്ന് പോകുന്ന 2 ബസ് കയറണം. സംഭവം വന്ന് ശീലമായി കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ശീലമില്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ഇതിപ്പോ ഫസ്റ്റ് GFC ഇവിടെ ഒന്ന് ചെയ്യാം. ഇനി അടുത്ത GFC നമുക്ക് നാട്ടിൽ ഒരു 2000 രൂപ 2500 ഉള്ളൂ. അല്ല, ഈ 3 GFC എന്നുള്ളത് ഇതില്ല, അത് ഇവര് ഓഫറിൽ കൊടുക്കുന്നതാണ്. ശരിക്കും നിങ്ങളിപ്പോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുന്നേ GFC ഉപയോഗിക്കണം നല്ലതാണ്. ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ആ എക്സിസ്റ്റിംഗ് നമുക്ക് ഉള്ള മുടി ഒന്ന് ബലത്തിൽ ഒന്ന് ബ്ലാക്ക് ആവണമെങ്കിൽ പോലും തിന്നായിരിക്കും. അതിന്റെ ക്രൗൺ ഏരിയ കണ്ടാൽ മനസ്സിലാവും. ഞാൻ കുറച്ച് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ കുറെയൊക്കെ ഫിൽ ആയിട്ട്. അപ്പൊ ഇനി ബ്രോ ഒന്നുകൂടി ക്രൗൺ ഏരിയ ഫിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. കുറച്ചുകൂടി വിസിബിൾ ആവുമ്പോൾ ചെയ്യാന്നുള്ള വലിയ കുഴപ്പമില്ല. നമുക്ക് പിന്നെ നമ്മളെ പഴയ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ എത്ര അൽഹംദുലില്ലാ പണ്ട് ഫ്രണ്ട് ഒന്നും ഇല്ലാണ്ട് ഇവിടുന്ന് മുടി എടുത്തിട്ട് ഇവിടെ എത്ര നീട്ടി വെച്ചിട്ട് എന്റെ വീഡിയോ ഉണ്ട്. ഫസ്റ്റത്തെ വീഡിയോ കണ്ടവർ എന്നെ കണ്ട പെട്ടെന്ന് മനസ്സിലാവരുത്. കാരണം ഇങ്ങനെ എനിക്ക് ഹെയർ വരുമ്പോൾ ഫുൾ നമ്മുടെ ഫേസ് ചേഞ്ച് ആവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രോന് നേരത്തെ ഈ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ ആയിരുന്നു പണ്ട്? അല്ല, മുടിയുടെ പാറ്റേൺ മാറും. കാരണം ഇത് ഇപ്പോൾ ഇനി ബ്രോന്റെ ഒപ്പം നേരല്ലേ നിങ്ങളെ മുടി ചുരുണ്ടിട്ടാണ് വരിക. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അധികം ആളും ചുരുണ്ട വരിക. അതൊരു 8 to 1 വർഷം ഒക്കെ കഴിയും. നമ്മൾ കട്ട് ചെയ്ത് ഇപ്പോഴാണ് എന്റെ നേരെ മറ്റേത് ഈ മുടിയും ഇവിടുത്തെ മുടിയും സെപ്പറേറ്റ് അറിയാൻ കഴിയും. കാരണം ഇതിങ്ങനെ ചുരുണ്ടിട്ടും ഒരേപോലെ ഏതൊന്നും അറിയില്ല.
ഈ ഫ്രണ്ട് എയർലൈൻ മാത്രം നമുക്ക് കണ്ടാൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് മനസ്സിലാവും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവില്ല അത് മുടി കുറച്ച് താത്തിട്ട് അറിയാം. പിന്നെ ഒരു കാര്യം വെച്ചാൽ വിഗ് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ്. അല്ല എനിക്ക് തോന്നുന്നു ഒരു നല്ല വിഗിനൊക്കെ തന്നെ ഒരു 40-50,000 റേറ്റ് ഉണ്ട്. കോസ്റ്റ്ലി ആണ്. ഇപ്പോഴത്തെ ബിഗ് ആണ് മറ്റേ ഇതുണ്ടല്ലോ അറിയാൻ പറ്റില്ല. പക്ഷെ അത് പെട്ടെന്ന് ഡാമേജ് ആവുന്ന ചില ആൾക്കാരെ പറഞ്ഞ് സത്യാവസ്ഥ അറിയില്ല. പിന്നെ വിയർപ്പും കാര്യമൊക്കെ പ്രശ്നമാണ് സ്കിന്നിന്. പിന്നെ അതുമല്ല ചെറുതായിട്ട് പോയ ആൾക്കാർ ബിഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി കൊയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം കവർ ചെയ്ത് നിൽക്കുകയാണ്, വരുന്നില്ല. പിന്നെ എന്തോ ഗമ്മൊക്കെ അപ്ലൈ ചെയ്യണം. പിന്നെ അതിനെപ്പറ്റി സംസാരിക്കണം. ബിഗ് നമ്മൾ ക്ലീൻ ചെയ്യണം, അത് എടുത്തിട്ട് വാഷ് ചെയ്ത് ഇടയ്ക്ക് ഇപ്പം മുടി എനിക്ക് തോന്നുന്നു ഉള്ളതൊക്കെ പിന്നെ ഒരു മെയിൻ്റെനൻസ് തന്നെ അത് നന്നായിട്ടുണ്ട്. അപ്പൊ ആ മെയിൻ്റെനൻസിനും ചിലവില്ലേ? ചിലവുണ്ടല്ലോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പം 3 GHz ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ചെയ്യാം. പക്ഷെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതായത് നിങ്ങളുടെ പിന്നെ ഫുഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യാം, ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യാം, ഫുഡ് കഴിക്കാം. പിന്നെ കൂടുതൽ ഇപ്പൊ ഫുഡീസ് ആണ്, ഫുഡ് കൺട്രോളിംഗ് ഒന്നും നടക്കൂല. എനിക്കൊന്നും ഇപ്പൊ ആൾക്കാർ കൂടുതലും മുടി കൊഴിയുന്നതിന്റെ മെയിൻ കാരണം ഈ ഉറക്കം ഒരു വിഷയമാണ്. പറഞ്ഞ പോലെ ഫോണിൽ രാത്രി കാര്യം ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ നമ്മൾ കിടക്കുന്നതേ ലേറ്റ് ആയിട്ട് 12 മണിയാവും. എന്നിട്ട് ഫോൺ നോക്കിയിട്ട് ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ 1 മണി 2 മണിയൊക്കെ ആവും. അപ്പം HNS വന്ന് ചെയ്യാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എന്തെങ്കിലും ഇപ്പോൾ 2 വർഷമായ ബ്രോന് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണ്ടേ, പേടിക്കേണ്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും? ഈ HNS കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തിട്ട് 2 രൂപയാണോ ഇത് പ്രശ്നം? 10 രൂപ അതാണ് എല്ലാവരും പ്രശ്നം. 10 രൂപ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ടാറ്റ നാനോ ഇറക്കിയ പോലെയാണ്. ഏറ്റവും 1 ലക്ഷത്തിന്റെ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് അത് വേണ്ടെന്നായി. അതേപോലെ ഇത് 10 രൂപക്ക് കൊടുക്കേണ്ട വിലയില്ലാത്ത ഇവലിഞ്ഞ് 30-40 ഹാപ്പി ആവുമായിരിക്കും. ഈ 10 രൂപയെ മാത്രം കുറ്റം പറയുന്ന ആൾക്കാർക്ക് അതൊരു സന്തോഷം. അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിസിനസ് മൈൻഡ് ആവണം അല്ലേ? അതായത് സേവന മൈൻഡ് ഒന്നും ഒരു സേവന മൈൻഡ് അല്ല. ഇപ്പം പേഴ്സണലി ഇപ്പം ബ്രോ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ ബ്രോന് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം വരുന്ന ഒരു മെൻറ്റാലിറ്റിയിൽ ആയിരിക്കണം എന്നില്ല. പുള്ളി വെച്ചാൽ ഞാൻ പുള്ളിയുടെ ചാനൽ കണ്ട് അതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ വന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഇപ്പോൾ റിസൾട്ട് നല്ലതാണെങ്കിൽ പക്ക ഹാപ്പി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കണ്ട ഒരാൾ ചെയ്ത ഡോക്ടർ പറയും നമുക്കിപ്പോൾ നമ്മൾ ചെയ്ത ഒരു വ്യക്തി, അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പം ഞാനൊരു മലയാളി, അപ്പോൾ ഒരു മലയാളി എന്നത് പറയുമ്പോഴും നമുക്ക് അത്ര ഒരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ആ ബ്രോ ചെയ്ത് ബ്രോന് ഓക്കെ ആയി. ഞാൻ എല്ലാവർക്കും കൺമുന്നിലൊരു തെളിവാണ് വേണ്ടത്. തീർച്ചയായും നമുക്ക് വിശ്വാസം വരുള്ളൂ. അത്രേ ഉള്ളൂ. കണ്ടിട്ട് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് ബ്രോ ഓക്കെ ആണോ. നിലവിൽ ഞാൻ ഫുള്ളി ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്പർ ചോദിക്കുന്നവരോട് മാക്സിമം നമ്പർ കൊടുക്കാറില്ല. കാരണം നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും പല ആൾക്കാരെ പോലെ വിളിച്ച് തമ്മിൽ കോൺടാക്ട് ചെയ്ത് ഒരിക്കലും 1 രൂപ കമ്മീഷനോ ഒന്നും അങ്ങനെ ഒന്നുമേ ഇല്ല. അതിന്റെ ആവശ്യമില്ല. കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ ഒന്ന് മാറി കിട്ടിയാൽ തന്നെ സന്തോഷമാണ്. ഇത് തന്നെയാണ് സന്തോഷം. സത്യം പറഞ്ഞാൽ ഇത് വന്നവർക്ക് അറിയാം അവസ്ഥ. അതുകൊണ്ട് നമ്മൾ പറയണേ, നിങ്ങൾ ധൈര്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ താല്പര്യമുള്ളത് ചെയ്യാം. പിന്നെ നിങ്ങൾ നമ്മൾ HNS ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആ HNS വന്ന് നിങ്ങൾ ചെയ്യണം എന്നൊരിക്കലും പറഞ്ഞത്. എനിക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവരൊരു ഏതെങ്കിലും ക്ലിനിക്കിൽ പോവുകയാണ്, അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം? പോവാണെങ്കിൽ ഫസ്റ്റ് വേണ്ടത് നമ്മൾ ഒരു വർഷമായ ഒരാൾ, മിനിമം 1 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ക്ലിനിക്കോ അല്ല, നമ്മൾ ചെയ്ത ഒരാളുണ്ടല്ലോ. അതായത് ഇപ്പൊ ഒരു ക്ലിനിക്കിൽ നിങ്ങൾ ഇവിടെ വരികയാണ്, ഇപ്പൊ 2 മാസം 3 മാസം റിസൾട്ട് അറിയില്ല. കാരണം ചെയ്ത് റിസൾട്ട് വരാത്ത ഒരുപാട് കോൺടാക്ട് ചെയ്തിരുന്നു, റിസൾട്ട് ഇല്ല. ചെയ്യുന്നത് ഓക്കെ, പ്രൊസീജിയർ ഓക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു ഇതിന് പറഞ്ഞാൽ കറക്റ്റ് ഒരു അളവുണ്ട്. ചെയ്യുന്ന പ്രൊസീജിയർ ഓക്കെ ആയിരിക്കണം, എന്നാലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ റിസൾട്ട് ഉള്ള ഒരാളെ നമ്മൾ കാണാം ആദ്യം, 1 വർഷമെങ്കിലും പഴക്കമുള്ള ഒരാൾ. അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് റിസൾട്ട് മനസ്സിലാവുക. ചിലപ്പോൾ ഹെയർ ലൈൻ വൃത്തി ഉണ്ടാവില്ല, ചിലപ്പോൾ സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇത് ചെയ്തിട്ടും വിഗ് വെച്ച കണക്കിരിക്കുന്ന ആൾക്കാർ ഒത്തിരി അങ്ങനെയുണ്ട്. പല ഹെയർലൈൻ ഇഷ്ടമാണ്, പല വൃത്തികേടായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അത് ആദ്യം നോക്കുക. ക്ലിനിക്കിന്റെ മനസ്സിലായി ചെയ്ത് വൃത്തി 1 വർഷമെങ്കിലും ആയ ഒരാളെ കാണാം. പിന്നെ നമ്മൾ ആ ക്ലിനിക്കിന്റെ സർട്ടിഫിക്കറ്റ്സ് മസ്റ്റാണ് ഇപ്പോഴത്തെ കാലത്ത്. കാരണം ഈ പല്ലിന്റെ ഡോക്ടേഴ്സൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. സംഭവം ഞാൻ കേട്ടു. അതായത് ഡെന്റിസ്റ്റുകൾ ഒരു ചെറിയ കോഴ്സ് കൂടി അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അതായത് ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് കേട്ടൊരു കാര്യം, ഇപ്പൊ ഒരു ഡെന്റിസ്റ്റ്, എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് ഇവിടെ 2 എഞ്ചിനീയർമാർ മരിച്ചൊരു സംഭവം. അതിലെ ഡോക്ടർ ഒരു ആക്ച്വലി ഒരു ഡെന്റിസ്റ്റ് ആണ്. അവരെന്തോ 3 കോഴ്സ് കൂടി എടുത്തിട്ട് ചെയ്ത കണക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെ അത്ര ഈസി കേസ് ആണോ ഇത്? അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറോട് ചോദിച്ചത്. അപ്പോൾ ഇത് ചെറിയ കോഴ്സുകളായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇതിപ്പോ നമ്മൾ മൊബൈൽ ടെക്നീഷ്യൻ അപ്പം നമ്മൾ നോക്കേണ്ടത് 1 വർഷമെങ്കിലും മിനിമം ചെയ്ത് ഓക്കെ ഒരാളെ നമ്മൾ കണ്ടെത്തി അവരെവിടെ ചെയ്യുന്നുള്ള അന്വേഷിക്കാം. നമുക്ക് അവിടെ റിസൾട്ട് ഉണ്ടോ, ചെയ്തവർക്ക് എല്ലാം നല്ല റിസൾട്ട് അവരോട് തന്നെ ചോദിച്ചാൽ നമുക്ക് തരും. തീർച്ചയായും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നോ? അതെ,
അതായത് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നതല്ല നല്ലത്. എപ്പോഴും നല്ല ഒരു ടച്ചിലിരിക്കുക. ഇതിപ്പോൾ ഞാൻ 26 വർഷമായി, ഇന്ന് വന്നപ്പോഴും നല്ല കയറിയായിരുന്നു, എനിക്കിപ്പോൾ ഇന്ന് GSC ആയിരുന്നു. ഇത് ചെയ്യുമ്പോൾ അവരൊരു നമുക്ക് ബോറടിക്കും. പെയിൻ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മടുക്കും. ചിലപ്പോൾ നമുക്ക് ടോർച്ചറായിട്ട് ഫീൽ ചെയ്യും. സത്യം അത്രയും ചോദിക്കും. അത്രയ്ക്ക് അത്രയും കെയർഫുൾ ആണെന്നുള്ള അവർക്ക് ആവശ്യമുണ്ട് ഇത് നിലനിൽക്കണം. നമ്മൾ നാളെ വരണം. കാരണം ഒരു ഒന്നും വേണ്ട. അപ്പൊ ബ്രോ ഒരു നെഗറ്റീവ് ഒരു വർത്താനം മതി. കാരണം അത് പൊന്തിച്ച് കൊണ്ടുപോകാൻ കുറെ പേര് ഒരുപാട് പേരുടെ കഷ്ടപ്പാട് അധ്വാനമായിരിക്കും ഇത്രയും നന്നാക്കി കൊണ്ടുവരാൻ. എനിക്ക് ഇവിടെ ചെയ്ത് ആർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇത് കാരണം നമുക്ക് കുറെ പേര് കോൺടാക്ട് ചെയ്യാനാണ് വരുമ്പോഴും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ. കാരണം നമ്മളൊരു സ്ഥാപനത്തിൽ പറയുമ്പോൾ അതെ അപ്പൊ എന്തെങ്കിലും പ്രശ്നം നമ്മൾ പറയണം, അടുത്ത് വരാനുള്ളൂടെ പറയണം. അപ്പൊ നമ്മള് ഓരോട്ട് സംസാരിക്കുമ്പോൾ അവർക്കൊന്നും പ്രശ്നമില്ല, അത്യാവശ്യം ഓക്കെയാണ്, ഒരു കരുതിലാറ് ഉഷാറായിട്ട് ഗ്രാഫ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ജനിച്ചപ്പോഴുള്ള അതേപോലെ മുടി വരില്ല, ഒരിക്കലും വരില്ല. നമുക്കൊരു ലെവലിൽ ഇങ്ങനെ ആൾക്കാരെ അടിക്ക് ഇറങ്ങി നടക്കുക, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടാനുള്ള ലെവലാണ്, അത്രേ കിട്ടുള്ളൂ. നമ്മൾ എന്തായാലും ജനിച്ചപ്പോൾ ഇങ്ങനെ ഇത്ര നല്ല ഇത്ര തിക്ക് ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ കാരണം 4000 ക്രാഫ്റ്റ് ഇപ്പൊ എന്റെ ഇവിടുന്ന് എടുത്ത് അത് ഇവിടെ കാണാനല്ല. അപ്പൊ ദൈവം നമുക്ക് എത്ര ക്രാഫ്റ്റ് വെച്ചിട്ടുണ്ടാവും, അത്ര നമ്മളോട് വെക്കാൻ കഴിയില്ലല്ലോ. ഒരു വൃത്തിക്ക് നമുക്ക് ചെയ്തു തരും, നമുക്ക് തൊപ്പി ഒഴിവാക്കാം, അത്രേ നമ്മള് മനസ്സിൽ കാണാൻ പാടുള്ളൂ. അങ്ങനെ വന്നു പറഞ്ഞ പോലെ വളർന്നു വരുമ്പോ ഇത് ഇത്ര പോരാ, അത്ര കരുതി ഇതിലാറ് ഉഷാറാവുന്ന കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കപ്പം നല്ല ഹാപ്പിയാവും. ഇപ്പൊ ഞാൻ അതെ ഞാൻ 4000 ക്ലാസ് വെച്ചു. കാരണം അന്ന് എന്റെ കണ്ടീഷന് പറ്റ പോയിട്ടുള്ളേ, അതിൽ നിന്ന് എത്രയോ ബെറ്റർ ആണ്. ഇപ്പൊ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മുടി നനക്ക കുളിക്ക നമുക്ക് കെയറിങ്ങേ ആവശ്യമില്ല. ഇത് നമുക്ക് കൊണ്ടുപോകണം. ഒരു ബിഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല, വണ്ടിമ മഴ കൊണ്ട് പോകാൻ പറ്റില്ല, ബൈക്കുമ്പോൾ പോകാനേ പറ്റില്ല. കാരണം എന്റെ ഫാദർ ബിഗ് വെച്ച ആളാണ്. അപ്പൊ അദ്ദേഹം ബൈക്കുമ്പോൾ പോകുമ്പോൾ ടവല് കെട്ടിട്ട് പോവാ. കാരണം ഇത് പാടി കഴിഞ്ഞാൽ ഇത് ചീവി വെക്കാൻ കഴിയൂല, പിന്നെ എവിടെയെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ ചീവണം. അത് വേറെ കാര്യം വെച്ചാൽ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സിനിമയില്ലേ, മറ്റേ ദിലീപിന്റെ കേശു, അതിൽ ആ ഒരു ഇറങ്ങുന്ന ടൈമിൽ പെട്ടെന്ന് പോവുകയും ചെയ്യുമ്പോൾ ആ ഒരു നമുക്ക് പെട്ടെന്ന് വിഗ് എന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ആ ഒരു സീനാണ്. കാരണം എന്നോട് പല ആൾക്കാരും പറഞ്ഞു നിങ്ങൾക്ക് വിഗ് യൂസ് ചെയ്താൽ പോരെ, എന്ത് നേരത്തെ വിഗ് യൂസ് ചെയ്യുന്ന നമ്മൾ ഇപ്പൊ ചിലപ്പോൾ അഡ്വാൻസ് ടെക്നോളജി വന്നതാണ്, നമ്മൾ അതിനെപ്പറ്റി പറയാൻ ആൾക്കാരല്ല, നല്ല ടെക്നോളജി ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി പേടി, എന്തെങ്കിലും നമുക്ക് ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഊരി കഴിഞ്ഞാല് കാര്യം പെട്ടെന്ന് വീട്ടിലിപ്പോ നമ്മൾ ഉച്ചക്ക് പെട്ടെന്ന് ഒരാൾ അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വെച്ച് സെറ്റ് ആക്കിയിട്ട് ഡോർ തുറക്കാൻ പറ്റുള്ളൂ. ഇത് പാസീനില്ല, ഫുൾ ഫ്രീ ആണ്. ഈ ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ, ഒരു ഫസ്റ്റ് 6 മന്ത് അത് നമ്മളെ കൂടെ ഉള്ള എല്ലാവരും അറിയും നമുക്ക് മുടി ഇല്ല എന്നുള്ളത്. ബിഗ് നമ്മളിപ്പോ എന്തായാലും ഓൾറെഡി നമ്മളെ മറ്റൊരു വ്യക്തി കാണുന്നതിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല എന്ന് ഉള്ളവനാണല്ലോ തിരിച്ചത്. അപ്പൊ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. സോ അതിൽ വേറെ സീനൊന്നുമില്ല. പിന്നെ നമ്മൾ അറിയാവുന്നവർക്ക് അറിയാം അവൻ പണ്ട് കഷണ്ടി ആയിരുന്നു. അതെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ചേഞ്ച് ആവുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ റിസൾട്ടിൽ ബ്രോ ഹാപ്പിയാണ്? അതെ തീർച്ചയായിട്ടും. നിലവിൽ ഞാൻ ഹാപ്പിയാണ്. റിസൾട്ട് ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ ടെൻഷൻ പിടിക്കാൻ സമയമാണ് ഇപ്പൊ ഉള്ളതൊക്കെ ഡെയിലി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പൊ. ഒരു 3 മാസത്തോളം പഴയ കണ്ടീഷനിലോട്ട് എത്തും. അത് പിന്നെ ആദ്യം അവർ പറഞ്ഞു തരുന്നു, നമ്മളെല്ലാവരും അറിയുന്നതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല. അറിയാതാവുമ്പോഴാണ് അല്ല ഇപ്പം ഒന്നുമില്ലെങ്കിൽ ഇപ്പം എല്ലാവർക്കും യൂട്യൂബൊക്കെ ആക്സസ് ഉണ്ട്. സോ എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ട്. ഇത് ചെയ്താലും ഒരു ഷെഡിങ് പീരീഡ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു വർഷത്തോളം എടുത്താലും അതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ഇപ്പം. കാര്യം എല്ലാവരും ആദ്യം കയറി ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കും. സോ എല്ലാവർക്കും ധാരണ ഉണ്ട്. തീർച്ചയായിട്ടും ആവശ്യക്കാർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. ആവശ്യക്കാരല്ലാത്തവർ ഈ ചെയ്യാൻ നിൽക്കുന്നവരെ കൂടെ അനാവശ്യമായിട്ട് ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലോട്ടുണ്ട്. അവർക്ക് ഇതെന്താ ചിലപ്പോൾ അവർക്ക് അറിയില്ല ട്രാൻസ്പ്ലാന്റേഷൻ എന്താണ്, ബിഗ് എന്താണ്. ഇപ്പൊ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പറഞ്ഞാൽ പിടിച്ചു വലിച്ചു ഇത് പോരുന്നില്ലല്ലോ. അവരെ വിചാരം ട്രാൻസ്പ്ലാന്റ് ബിഗ് എന്നാണ്, അവർക്ക് അറിയില്ല, അതിന്റെ അറിയില്ല. അപ്പൊ അത്രേ ഉള്ളൂ. വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവർക്കും ഹാപ്പി ആവാനുള്ള ഒരു നമ്മൾ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ടെൻഷൻ അതായത് ഒരു 50% എങ്കിലും മനസ്സിലൊരു പേടി ഉണ്ടാകുന്നവർക്ക് ഇപ്പൊ ഞാൻ മാത്രം പറയുമ്പോൾ കാര്യം നീ 26 വർഷം ഒരാൾ ആയുള്ളൂ എന്ന് ചോദിക്കാൻ തിരിച്ച് ബ്രോ ഇപ്പൊ എന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന ബ്രോയുടെ കാണാൻ പറ്റി. ബ്രോ ഇപ്പം 24 മാസം 2 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ വന്ന് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഞാൻ പൈസ ഒന്നും വാങ്ങിച്ച് നമ്മൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. നമ്മൾ ചെയ്ത ഈ ചെറിയ റേറ്റിന് നമുക്ക് താങ്ങാൻ പറ്റുന്ന പോലെ നന്നായിട്ട് ചെയ്ത് കിട്ടി. നമുക്ക് ഇതിന്റെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറയലുണ്ട്, നമുക്കിത് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിതിന് പറയുള്ളൂ. അപ്പോൾ ഓക്കെ എനിക്ക് ട്രസ്റ്റ് ആയി, ഞാൻ ചെയ്തു. എൻ്റെ കൂടെ ചെയ്ത ആൾക്കാർക്ക്, എൻ്റെ കഴിഞ്ഞ് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ ഇനി ബ്രോന്റെ റിസൾട്ട് കാണാം, ഇതുപോലെ എല്ലാവരും നമുക്ക് പോസിറ്റീവ് വരുമ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞൂടെ? തീർച്ചയായും അത്രേ നമ്മൾ പറയണുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. കട്ട്. ഓക്കെ.